തിരുവനന്തപുരം നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഗ്രൂപ്പ് തർക്കത്തിനിടെ ഭരണം നഷ്ടമായതിൽ KPCC നേരിട്ട് നടപടിയെടുക്കും. നിലവിൽ LDF പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിക്കാനാണ് നീക്കം. അതേസമയം കോൺഗ്രസുകാർക്ക് ഒപ്പം നിന്നതിൽ LDFനുള്ളിലും പ്രതിഷേധം പുകയുന്നുണ്ട്. ആകെ കക്ഷിനിലയായ 24-ൽ 12 സീറ്റുകൾ നേടി നാവായിക്കുളത്ത് മൃഗീയ ഭൂരിപക്ഷം നേടിയിട്ടും ഗ്രൂപ്പ് തർക്കത്തിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത്. പ്രാദേശിക നേതാക്കളുടെ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് KPCC വിലയിരുത്തൽ. വിഷയത്തിൽ KPCC നേരിട്ട് നടപടി സ്വീകരിക്കും. ഇരുവിഭാഗങ്ങളെയും കേട്ട ശേഷം നടപടി മതി എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. നിലവിൽ LDF പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിക്കാൻ നീക്കമുണ്ട്. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ മത്സരിച്ച കോൺഗ്രസുകാർക്കൊപ്പം നിന്നതിൽ LDFനകത്തും പ്രതിഷേധം രൂക്ഷമാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് LDF സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UDFനൊപ്പം നിന്നതെന്നാണ് LDFൽ ഉയരുന്ന ആക്ഷേപം. കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയ പഞ്ചായത്തിൽ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ ജിഹാദ്, നിസാം കടവൂർ എന്നീ കോൺഗ്രസ് നേതാക്കൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തെത്തി. രണ്ടുപേർക്കും 2.5 വർഷം വീതം ഭരണമെന്ന തീരുമാനത്തിലെത്തിയെങ്കിലും ആർക്കാദ്യ അവസരമെന്നുള്ള കാര്യത്തിൽ തർക്കം തുടർന്നു. പരിഹരിക്കാനാകാതെ വന്നതോടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രതിനിധികൾ UDFലെ തന്നെ ആസിഫ് കടയിൽ, റീന ഫസൽ എന്നിവരെ പിന്തുണച്ചു. LDFന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ വിപ്പ് ലംഘിച്ച് മത്സരിച്ച ആസിഫ് പ്രസിഡന്റും റീന വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.